ഇത് ആരെടുത്ത് പറയാം? ഇത് ഏത് അധികാരി വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അധികാരികളുമില്ല, ഒരു പട്ടികളുമില്ല, ഒരു പട്ടികളുമില്ല, ഒരു പട്ടികളുമില്ല. ഞാനീ കാണിക്കുന്നത് നെടുമങ്ങാട് മഞ്ചയിലോട്ട് തിരിയുന്നിടത്ത് മുനിസിപ്പാലിറ്റിയുടെ ചന്തയാണ്. വേണ്ട, മുനിസിപ്പാലിറ്റിയുടെ ചന്തയാണ്. ഇത്രയും വൃത്തിഹീനമായൊരു സാഹചര്യത്തിലൊരു മാർക്കറ്റ് പ്രവർത്തിക്കുന്നതാണ്. കണ്ടോ, ഇത്രയും വൃത്തിഹീനമായ ഒരു രീതിയിൽ ഈ മീൻവെള്ളം മുഴുവൻ റോഡിലേക്കാണ് ഒഴുകി ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഇവിടെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. ഇത് വന്ന് വീഡിയോ എടുത്തോണ്ട് പോകണമല്ല, ഇതിന് വേറെ ഒരു നടപടിയില്ല. ഈ വൃത്തിഹീനമായ സാഹചര്യത്തിൽ നിങ്ങൾ ജോലി ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ മഞ്ച നടക്കുന്ന അവസ്ഥയാണ്. ഇലക്ഷൻ വരാൻ നേരത്ത് ഇവിടെ വരും. മീൻ വാങ്ങാനും ആള് കയറില്ല. മഴ പെയ്താൽ പിന്നെ നോക്കണ്ടേ. ഈ നാട്ടിന്റെ അവസ്ഥയാണ്. അയ്യോ, ഇത്ര ഈ വൃത്തി ഒരു പണം കിട്ടിയാണ്. അതല്ല, ഞാൻ ഇതിന്റെ കാണിച്ചു തരാം. കാണിച്ചിട്ടില്ല ആരും. എന്റെ അമ്മോ, ഈ കാലും വെച്ചുകൊണ്ട് ഈ അവസ്ഥയിലൊക്കെ എങ്ങനെയാണ് ജോലിയാണ് നോക്കിയാൽ? ഇത് അവരുടെ അവകാശമാണ് ജോലി ചെയ്യുക എന്നുള്ളത്. ഈ അവകാശമാണ്. ഈ അവസ്ഥയിൽ ജോലി ചെയ്യണോ എന്നുള്ളതാണ് ഇവരുടെ അവകാശം. നോക്കിയാ ഒരു മീൻ ചന്ത. ഈ നാറ്റം പിടിച്ച ഈ വൃത്തിഹീനമായ സാഹചര്യത്തിൽ എങ്ങനെ ആൾക്കാർ കയറും? എടുത്തു. ഈ 3 മാസമായി ഓപ്പറേഷൻ 3 മാസമായ ഇതാണ്. ഈ മാർക്കറ്റുള്ള ഇതാണ്. ഈ മാർക്കറ്റിൽ ജോലി ചെയ്തുണ്ടായ അസുഖമാണോ? ഇത് ആരെടുത്ത് പറയാം? ഇത് ഏത് അധികാരി വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അധികാരികളുമില്ല, ഒരു പട്ടികളുമില്ല, ഒരു പട്ടികളുമില്ല, ഒരു പട്ടികളുമില്ല. ഞാൻ ഒന്നറിയണം, ഇതിപ്പോ 3 മാസമായ സാധനമാണ്. 3 മാസമായി ഈ വൃത്തിഹീനമായ സാഹചര്യത്തിൽ കാലിഞ്ചിനൊക്കെ 3 മാസം. അവിടെ ഇവിടെ ഒന്നും ഇല്ല, എടുത്തിട്ടില്ല. ഇത് മൊത്തം കണ്ട ഇവിടെ ഞാൻ വലിച്ചടിച്ച് കളഞ്ഞിട്ടുള്ള മൊത്തം. ഈ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ജോലി ചെയ്തപ്പോഴുണ്ടായ അസുഖമാണോ? കറുപ്പുകളുണ്ട് അവിടെ. ഇല്ലാത്ത അസുഖങ്ങളോട് ഉണ്ടാവണം. കണ്ടാ, പട്ടിണി കിടന്നാൽ ഇവിടെ നിൽക്കരുതെന്നാ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഗുളിക മരുന്ന് വാങ്ങിക്കണ്ടേ? ഞങ്ങൾ ഈ പൊടുത്ത ചെളി വെള്ളത്തില് ഞങ്ങള് എത്ര വിരൽ മുറിച്ചെന്നറിയാം. ഒരു 3 ഇപ്പൊ വരണില്ല. ഈ വിരൽ മുറിച്ച നോക്കാണ്. എന്താടാ ഇത്? മുനിസിപ്പാലിറ്റിയാ? യാത് മുനിസിപ്പാലിറ്റി? വോട്ടിന് വേണ്ടി മാത്രം വന്ന് എല്ലാം ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ നിരത്തി നമുക്ക് തരാന്ന് എടുത്തതാണ്. നിങ്ങൾ പറയും, ഇത് 10 പേര് കാണുന്നത് തന്നെ കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. മാർക്കറ്റിൽ നമ്മളൊക്കെ ഇടുന്ന നിറയിക്കാണ് ചെയ്യണം. ഇവിടെ കിടന്നു അതിന്റെ പുടുവും വെള്ളവും തോണ്ടാക്കി എടുത്തോ, അവിടെ നിർത്തോ. ഇവിടെ കയറിയാൽ തന്നെ ഇല്ലാത്ത അസുഖങ്ങൾ പിടിക്കുമല്ലോ. എന്റെ അമ്മോ, സ്മെല്ല് തലയിറങ്ങണം. ഇതൊരു വയലൊന്നും അല്ല കേട്ടോ, ഇത് വയലൊന്നും അല്ല. ഇത് നമ്മുടെ മഞ്ചയിലോട്ട് തിരിയുന്ന ഭാഗത്ത് നെടുമങ്ങാട് ചന്തയാണ്. നെടുമങ്ങാട് ചന്തയാണ്, ഫിഷ് മാർക്കറ്റാണ്. ഇത്രയും വൃത്തിഹീനമായ ഒരവസ്ഥയിലാണ് ഇവർ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയി കറി വെച്ച് കഴിച്ചാലും ഇല്ലാത്ത അസുഖങ്ങളൊന്നും ചാവും. നോക്കി,
പല പ്രാവശ്യം ഞാൻ ഇതുവഴി പോകുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. കാര്യം അത്രയും അസഹനീയമായ നാറ്റമാണ് ഇവിടെ ഉള്ളത്. ഈ പരിസരത്തൂടെ ഒരു സ്ഥലത്തോട്ട് പോകാൻ പറ്റില്ല. ഈ പരിസരത്തൂടെ ഒരു സ്ഥലത്തോട്ട് തിരിയാൻ പറ്റാത്തത്ര സ്മെല്ലാണ് ഇവിടെ ഉള്ളത്. ഇത് ഏത് അധികാരികൾ കാണണമെങ്കിലും ഇത് എത്രയും പെട്ടെന്ന് ഇത് പറയണ. എടുത്തണ ഞാൻ വരും ഇത് 10 പേര് അറിയും. ഒരു ചെളി കാലൊക്കെ മുറിച്ച് 4-5 ഇതടുത്ത് ഇറങ്ങുന്നത് നമ്മളെ മെയിൻ റോഡിലോട്ടാണ് ഇറങ്ങുന്നത്. ഈ അഴുക്ക വെള്ളം ഈ വൃത്തിഹീനമായ അകത്തുനിന്ന് കണ്ടോ. ഇത് മെയിനായിട്ട് ഇറങ്ങുന്നത് നെടുമങ്ങാട് റോഡിലോട്ടാണ് ഇറങ്ങുന്നത്. കണ്ടോ, ഇത് ഈ റോഡ് പോകുന്നത് മഞ്ച, ഈ റോഡ് പോകുന്നത് മഞ്ച. ഇത് ആർക്ക് ഫ്രണ്ടിലെത്തി നെടുമങ്ങാട്. ഇതാണ് നെടുമങ്ങാട് മഞ്ച റോഡിലെ അവസ്ഥ. എൻ്റെ അമ്മ ഇവരെ സമ്മതിക്കണോട്, സമ്മതിക്കണം. ഇത്രയും വൃത്തിഹീനമായ സാഹചര്യത്തിൽ എങ്ങനെ ഒരു ജോലി ചെയ്യണത്? അവരെ അവകാശമാണ് ജോലി ചെയ്യുക എന്നുള്ളത്. സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഇതൊക്കെ വോട്ടിന് വേണ്ടി വന്ന് എൻ്റെ കയ്യും കൂപ്പി ഇങ്ങനെ നിന്നിട്ടങ്ങ് പോകും. നെടുമങ്ങാട് മഞ്ച പോകുന്ന വഴിക്കുള്ള ഫിഷ് മാർക്കറ്റാണ്. ഇവിടുന്ന് ഒലിച്ചിറങ്ങുന്നത് അമൃതാണ്, അമൃത്. ഞാൻ കുറച്ച് നേരത്തെ ഇവിടെ വന്ന് വീഡിയോ എടുത്തതാണ്. അതായത് കണ്ടോ, ഈ ഒലിച്ചിറങ്ങുന്നത് അമൃതാണ്, അമൃത് കണ്ടോ, റോഡിലേക്ക് ഇറങ്ങുന്നത്. കയറി നിൽക്കാൻ ഒരു കുട പോലും ഇല്ലല്ലോ. നിങ്ങളെ അവസ്ഥയാണ് ഞാൻ കാണുന്നത്. കയറി നിൽക്കാൻ ഒരു കുടയില്ല. ഈ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് വിറ്റ് പോണത്? ആര് കയറാ ഈ അവസ്ഥയിൽ? ആര് കയറാണോ ഈ അവസ്ഥയിൽ, ഈ നാറ്റം പിടിച്ച അവസ്ഥയിൽ ആര് ഇതിനകത്ത് കയറാൻ? ഞങ്ങളുടെ മീനൊക്കെ തീർക്കാൻ ആരെങ്കിലും വരണ്ടേ? ഒരാളെയും ഉള്ളിൽ കയറുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിനക്കന്നെ ഇത്ര നേരം കണ്ടപ്പോൾ മനസ്സിലായില്ല. ഇത് നോക്കണേ, നാറ്റം പിടിച്ച് ഇതൊക്കെ ആരെങ്കിലും വരും അങ്ങോട്ട്. ഒരു മനുഷ്യർ ഈ മാർക്കറ്റ് കയറില്ല. അവരുടെ സാധനങ്ങൾ വിൽക്കാൻ പറ്റില്ല. ഇത് അവരുടെ അവകാശമാണ്. ജോലി ചെയ്യുക എന്നുള്ളത് ഇവരുടെ അവകാശമാണ്. പക്ഷേ ഈ അവസ്ഥയിൽ ജോലി ചെയ്യണമെന്നുള്ളത് ഏത് നിയമമാണ് അടിച്ചേൽപ്പിക്കുന്നതെന്ന് അറിയില്ല. ഇതുണ്ടോ, ഈ ഒലിച്ചിറങ്ങുന്നത് അമൃതാണ്, അമൃത്. പലരുടെയും കാലും വിരളും ഒക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. കാലും വിരളും ഒക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. കണ്ടോ? ഓ, എന്തൊരു നാട്ടോടെ. ഹലോ, നമസ്കാരം. ഞാനൊരു 5 മിനിറ്റ് മുമ്പ് ഇവിടെ വന്നൊരു വീഡിയോ എടുത്തിട്ട് പോയതാണ്. പക്ഷേ ഈ മഴയുടെ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥയെന്ന് അറിയാൻ വേണ്ടി ഇങ്ങോട്ട് കയറിയതാണ്. ഒരു മനുഷ്യ പരിസരത്തോട് വരില്ല. ഇവിടെ പലരുടെയും കാല് മുറിച്ചിട്ടുണ്ട്, വിരൽ മുറിച്ചിട്ടുണ്ട്. വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇത് നടന്നു പോകുന്നത്. അതാ ഇതിനേക്കാളും നിങ്ങൾ ജയിലിൽ പോയി കിടക്കണ്ട. നിങ്ങൾക്ക് പൈസയും കിട്ടും, ആഹാരം കിട്ടും. ഇതുണ്ടോ, ആരെങ്കിലും കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കണ്ട. ഓ, എടുക്കി കുത്തി കൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ഒലിച്ചിറങ്ങുന്നത് മൊത്തം അമൃതാണ്.